ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ മത്തായി സുവിശേഷം 23-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ യേശു കാർക്കശ്യമായ വാക്കുകളിലൂടെ ഫരിസേയരെയും നിയമജ്ഞരെയും ശാസിക്കുന്നതായി ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കലഹിച്ചിരുന്നത് ഫരിസേയരോടും നിയമജ്ഞരോടുമാണ്. എന്തെന്നല്ലേ, അവർ പഠിപ്പിക്കുന്നു, എന്നാൽ അവരുടെ ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കുന്നില്ല. അവർ എല്ലാം അറിയുന്നു, എങ്കിലും അവർ സത്യം പറയുകയോ അതിലൂടെ രക്ഷ പ്രാപിക്കുവാൻ മറ്റുള്ളവരെ അനുവദിക്കുകയോ ചെയ്യുന്നില്ല. അവർ നന്മ ചെയ്യുന്നില്ല, എന്നാൽ നന്മ ചെയ്യുവാൻ മനസ്സായി മുന്നോട്ട് വരുന്നവരെ തടയുകയും ചെയ്യുന്നു. ഇത് കാപട്യമാണ്. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപവും കാപട്യമാണ്. ആ പാപം ചെയ്യുന്നവരായാണ് ഫരിസേയരെയും നിയമജ്ഞരെയും നമ്മളെപ്പോഴും കാണുക. യേശു കാപട്യത്തെ വല്ലാതെ വെറുക്കുന്നുണ്ട്. കാരണം അവിടുന്ന് സത്യസന്ധതയുടെ പൂർണ്ണതയിലാണ് ഭൂമിയിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയത്. അവിടുത്തെ വാക്കിലും പ്രവൃത്തിയിലും നന്മയുണ്ടായിരുന്നു. സത്യമാണ് പറയുന്നതെന്ന് അവിടുത്തേക്ക് ബോധ്യമുണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞതും പഠിപ്പിച്ചതുമെല്ലാം പിതാവിൻ്റെ തിരഹിതമാണെന്നും പിതാവിൽ നിന്ന് കേട്ടവയും പിതാവിനോട് സംസാരിച്ചവയുമല്ലാത്തതൊന്നും ഭൂമിയോട് പറഞ്ഞില്ല എന്നും യേശു ആവർത്തിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല, സ്വർഗപിതാവിൻ്റെ ഇഷ്ടമാണെന്ന് യേശു ആവർത്തിച്ച് പറയുന്നു. എന്നാൽ സത്യം പഠിപ്പിക്കാൻ ഭൂമിയിൽ ഉത്തരവാദിത്വമുള്ള ഫരിസേയരും നിയമജ്ഞരും അതിൽ നിന്ന് വ്യതിചലിച്ച് തിന്മയ്ക്ക് അവർ സാക്ഷികളാവുകയും അസത്യത്തെ ബലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ക്രിസ്തു എങ്ങനെയാണ് കോപാകുലനാകാതിരിക്കുക? അവർ സത്യത്തെ മറച്ചു വെക്കുകയും അസത്യം പ്രചരിപ്പിക്കുകയും ചെയ്തു. യേശു അവരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വിശ്വാസത്തിൽ നിലനിൽക്കുവാനാണ്. അവർ നന്മയെ നിഷേധിക്കുകയും തിന്മയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മനുഷ്യരുടെ മുമ്പിൽ നീതിമാനെന്ന് സ്വയം ധരിക്കുകയും എന്നാൽ നീതിരഹിതമായി ജീവിക്കുകയും ചെയ്തു. ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ ജീവിത വിശുദ്ധി നമ്മുടെ ഉള്ളും പുറവും ഒരുപോലെ ആകണം എന്നാണ്. നമ്മുടെ ഉള്ളിൽ ഒന്നും പുറമേ മറ്റൊന്നുമായിരിക്കുന്ന ഏറ്റവും മാരകമായ ദുരനുഭവമാണ് യഥാർത്ഥത്തിൽ കാപട്യം എന്ന് പറയുക. നമ്മൾ കാപട്യത്തിൽ നിലനിന്നുകൊണ്ട് ഒരിക്കലും അവരിനെ വീണ്ടെടുക്കുവാനോ നമ്മുടെ നിത്യരക്ഷ സ്വന്തമാക്കുവാനോ കഴിയില്ല. നമുക്ക് കാപട്യരഹിതരായി ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ശാസനയ്ക്ക് വിധേയപ്പെടാൻ ഇടയാകാത്ത വണ്ണം ക്രിസ്തുവിൻ്റെ തിരുമനസ്സിനൊത്ത് ജീവിക്കുവാനുള്ള ആത്മീയ ബലവും കൃപയും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.